ഞാനിപ്പോൾ നിൽക്കുന്നത് മേരി മജോറ ബസിലിക്കയിലാണ്. ഇവിടെ നിന്നും നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തകളിലൊന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ബറിയൽ സൈറ്റ് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലാസ്റ്റ് വിൽ അന്ത്യാഭിലാഷത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: താൻ സ്ഥിരം സന്ദർശിച്ചു പോകുന്ന പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള മേരി മജോറ ബസിലിക്കയിലായിരിക്കണം തന്നെ അടക്കം ചെയ്യേണ്ടത്. അത് ഏറ്റവും സിമ്പിളായി ലളിതമായി തന്നെ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ചടങ്ങുകൾ കഴിയുമ്പോൾ അതിൻ്റെ മീതെ വെറും തൻ്റെ പേര് മാത്രം, പോപ്പ് എന്നില്ലാതെ ഫ്രാൻസിസ് എന്ന് മാത്രമേ എഴുതാവൂ എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഫ്രാൻസിസ് പിതാവിൻ്റെ ഹൃദയത്തിൽ എന്നും പാവങ്ങൾക്ക് ഇടമുണ്ടായിരുന്നു. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം വലിയ നേതാക്കന്മാരാണ് വരുവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ പാവങ്ങൾക്കിടമില്ലാത്ത എന്ത് മൃതസംസ്കാര ചടങ്ങിനാണ് വിലയുള്ളത്? അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നു, പാവങ്ങളുടെ പ്രതിനിധികളായി, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതിനിധികളായി ഒരു വലിയ ഗ്രൂപ്പ് സംഘം തന്നെ ഈ ബസിലിക്ക ചെറുതാണെങ്കിലും ഈ മൃതസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായിട്ട് ബസിലിക്കയുടെ നട കയറി, അകത്ത് കയറി അതിൽ പങ്കെടുക്കുവാനുള്ള അവസരം അവർക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്. ഏതായിരുന്നാലും നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകളിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ആരായിരിക്കും? അത് സമ്പന്നരോ അല്ലെങ്കിൽ വലിയ വലിയ വ്യക്തികളോ ഒന്നും ആയിരിക്കുകയില്ല. മറിച്ച് അതിനപ്പുറം പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ, പാവങ്ങൾ, ദരിദ്ര രോഗികൾ, ദുഃഖിക്കുന്നവരൊക്കെ തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുകയും വ്യസനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഏതായിരുന്നാലും മറ്റൊരു വാർത്ത, ഇന്ന് രാത്രി 9 മണിക്ക് മേരി മജോർ ബസിലിക്കയിൽ വെച്ച്, പ്രത്യേകിച്ച് അതിന് മുമ്പിലായി ഒരുപാട് കസേരകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ജപമാല പ്രാർത്ഥന ഫ്രാൻസിസ് പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ടുണ്ടായിരിക്കുന്നതാണ്. അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്നത് എവാഞ്ചലൈസേഷൻ ഓഫ് ഡെക്കാസ്ട്രിയുടെ പ്രീഫെക്ട് ഹെഡായ കർദിനാൾ അന്റോണിയോ ടാഗ്ലെ ആയിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിൽ പങ്കെടുക്കുവാനായി ഇപ്പോൾ തന്നെ ഒരുപാട് വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലെ പാർട്ടിസിപ്പേഷൻ തീർച്ചയായും പരിമിതമായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായിരുന്നാലും നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പ്രഭാതത്തിൽ നടന്ന കർദിനാൾമാരുടെ മീറ്റിങ്ങിൽ, കോൺഗ്രിഗേഷനിൽ 130ഓളം കർദിനാൾമാർ പങ്കെടുത്തത്. അതിൽ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നീണ്ടുനിന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അത് സുപ്രധാനമായ ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിൽ വെറും അരമണിക്കൂർ മാത്രമാണ് അവർ റെസ്റ്റ് എടുത്തത്. ബാക്കി സമയം മുഴുവനും ഡിസ്കഷനിലും പ്രാർത്ഥനയിലുമായിരുന്നു ഈ മീറ്റിങ്ങിൽ. അതൊരു സുപ്രധാനമായ ഒരു മീറ്റിംഗ് തന്നെയാണ് പതിവായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷനായ യൂണിവേഴ്സിറ്റി ഡൊമിനിക് ഗ്രേച്ചിസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള ഓത്ത് പുതിയതായി വന്നു ചേർന്ന കർദിനാൾമാർ പ്രത്യേകമായിട്ട് എടുക്കുകയുണ്ടായി. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുപാട് പേര് കൂടിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച ദിവ്യബലിക്ക് നേതൃത്വം കൊടുത്തത് ഈ ബസിലിക്കയുടെ ഇൻചാർജുള്ള പരിശുദ്ധ പിതാവ് തൻ്റെ മരണശേഷം എല്ലാ കാര്യങ്ങളും തനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ഭരമേൽപ്പിച്ച കർദിനാൾ റൊളാണ്ടസിൻ്റെ നേതൃത്വത്തിലാണ് ആ ബലിയർപ്പണം നടന്നത്. അതിൽ ബസിലിക്ക നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ ജനങ്ങൾ പങ്കെടുത്തിരുന്നു. ഏതായിരുന്നാലും നമുക്ക് പ്രാർത്ഥനകൾ തുടരാം. കൂടുതൽ അപ്ഡേറ്റുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. സെൻറ്റ് മേരി ബസിലിക്കയിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ.